ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ കുട്ടി ഈ സമയത്ത് മണ്ണിൽ, എന്റെ പഠിച്ചവനെ, ഇതിന് മാത്രം എന്താ ഞങ്ങള് ചെയ്തത്? അനക്ക് കരഞ്ഞിട്ടെങ്കിലും തീർക്കാലോ. ഞാനോ കൊണ്ടടന്നിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പറ്റണില്ല. പ്രഷർ കയറിയിട്ട് വെറുതെ. ഇക്ക, നമ്മളെ മോള് എപ്പോഴെങ്കിലും നിങ്ങളോട് ഇങ്ങനൊരു ചെക്കനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തി കൊടുക്കൂലേ? അല്ലാതെ അതിന് എന്തേലും ഒരു മാർഗം നമ്മളെ കയ്യിൽ ഉണ്ടാവൂലേ? അപ്പൊ പിന്നെ എന്തിനാ ഓളിത് ചെയ്തത്? അതിപ്പോ ഓള് മാത്രല്ലല്ലോ, ഇപ്പഴത്തെ കുട്ടികളൊക്കെ തന്താരും തള്ളാരും വിഷമിപ്പിക്കണ തരത്തിലേക്കാ പോക്ക്. ഇന്നലെ കണ്ട ഒരുത്തനെയാണ് ഓൾക്ക് ഏറ്റവും വലുതായിട്ട് തോന്നിയത്. ഇത്ര കൊല്ലം വളർത്തിണ്ടാക്കിയ നമ്മള് രണ്ടാളും അന്യര്. ശരി, എന്നാ പോയിക്കോട്ടെ. ഈ ജീവൻ കളയാൻ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവൾക്ക് അങ്ങനെ പോയിക്കൊണ്ടായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യണത്? ഞാൻ നാട്ടുകാരോട് മറുപടി പറഞ്ഞു മടുത്ത് വയ്യ. മനസ്സ് നിറയെ എന്റെ കുട്ടി കുഞ്ഞുടുപ്പിട്ട് നടന്നതും അവളുടെ ചിരിയും കൊലുസും എനിക്ക് വയ്യ എന്റെ റബ്ബേ. ഞാനിത് എങ്ങനെ പൊറുക്ക? ഒരു വാക്ക് പറഞ്ഞുണ്ടായിരുന്നില്ലേ? ഒരു വാക്ക് പറഞ്ഞുണ്ടായിരുന്നില്ലേ? ഇത്രയും കാലം നോക്കിയതല്ലേ? അവൾക്ക് അങ്ങനെ പോണെച്ചെങ്കിൽ കുട്ടികളെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ആലോചിക്കണില്ല എന്താണ് വേണ്ടത്. ഒരു പക്വത ഉള്ള പ്രായമല്ലല്ലോ. അപ്പൊ അങ്ങോട്ട് മനസ്സിൽ തോന്നുക ഓരോന്ന്. ഇന്നലെ കണ്ടവനെ എന്നാണ്ട് പ്രേമിക്കുക, പിന്നെ ഓൻ പറയണത് തന്നെ ഏറ്റവും വലുത്. തന്തയും തള്ളിയും പിന്നെ ശത്രു. അത് കഴിഞ്ഞ ഓന്റെ കൂടെ പോവുക. അത് വീട്ടുകാർ സമ്മതിച്ചില്ലേ, അപ്പൊ അതേപോലെ ആത്മഹത്യ. നമുക്ക് ഓനെ ഒന്ന് കാണണ്ടേ? എന്തിന് കാണുന്നു? ഓനോട് ചോദിക്കണ്ടേ? എന്തിന്? എന്നിട്ട് എന്ത് കണ്ടിട്ട് ഓനോട് ചോദിച്ചിട്ട് എന്താ? നമുക്ക് പോയത് പോയി, അത് ഇനി തിരിച്ചു കിട്ടുവോ? ഓ അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു വെച്ചെങ്കിൽ ഒന്ന് ഇവിടെ ഇതുവരെ വന്നിണ്ട ഇല്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ അതിന്റെയൊക്കെ ബലം, അത്രേ ഉള്ളൂ അതിന്റെയൊക്കെ ആഴം. മക്കൾക്ക് ബോധമില്ലാതെ ഓരോ ബന്ധങ്ങളിൽ ചെന്ന് ചാടുക. ഇനി നമ്മളെ ഓന്റെ പിന്നാലെ എന്തിനാണ് ഞങ്ങളെ കുട്ടീനായിട്ട് അടുപ്പായി ചോദിച്ചിട്ട് പിന്നാലെ നടന്ന നാട്ടുകാർ അത് കാണും. അപ്പൊ ഓന്റെ കൂടെ നിൽക്കാൻ ഒരു 10 ആള് കാണും. നമ്മളെന്തിനാണ് അതിന് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണം? ഞമ്മക്ക് പോയത് പോയി, അതിന് തിരിച്ച് കിട്ടൂല. അത് നല്ല ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഞമ്മക്കൊരു പുതിയ കുട്ടി ഉണ്ടാവൂല. പോവാനുള്ളത് പോയി, അതിങ്ങനെ സഹിക്കുക. ചില തന്താർക്കും തള്ളാർക്കും ഒക്കെ ഓരോ വിധിയുണ്ട്. നമ്മള് ഇങ്ങനെയാണ്, നമുക്കിങ്ങനെ ഓർത്ത് കരയാനും. പിന്നെ ഇപ്പൊ എന്താ, അനക്ക് ഞാൻ ഉണ്ടല്ലോ, ഈ കീയുണ്ട്, അത് പോരെ. അതിലും മീതെന്താ? അതിന്റെ ഇടയ്ക്ക് ഇപ്പോ ആരൊക്കെ പറയുന്നിട്ട് ആ ചെക്കൻ വീട്ടുകാരെ നിർബന്ധിച്ചപ്പോ വേറെ പെണ്ണ് കാണാൻ പോയി ഇത്ര. അതിനത്ര ഓള് ഇത് ചെയ്തത്. അല്ലാതെ നമ്മളെ കുട്ടിയോട് ഇത് വേണമെന്നോ വേണ്ടാന്നോ പറഞ്ഞില്ല. നമുക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിനെ പറ്റി അറിയൂല. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഉള്ള കൂട്ടരും ആൾക്കാരും സുഹൃത്തുക്കളൊക്കെ അത് പറയുന്നത്. എനിക്കിതല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയണതും കേൾക്കണതും അല്ലാതെ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ സ്നേഹം എന്തായി? നമ്മുടെ വാത്സല്യം എന്തായി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെക്കാട്ടിയും വലിയ സ്നേഹം വേറെ ഏതോ ഒരു ചെക്കൻ കൊടുത്ത് അപ്പൊ ഓനാണ് വലിയത് എന്ന് ഓൾക്ക് തോന്നി. ഓൻ വേറെ പെണ്ണ് കെട്ടും തോന്നിയപ്പോ ഓള് അങ്ങനെ ചെയ്തു. അല്ല, ഓന്റെ അടുത്ത് ഒരു സത്യസന്ധത ഉള്ളവനാണ് ഓൻ നമ്മളെ അടുത്തൊന്നും വരൂലേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട്. അല്ല, കൊന്നതാവും. ഒരു കൊന്നതും അല്ല. എന്തിനാ വെറുതെ വല്ലവരെയും പറയണ്? നമ്മള് വളർത്തിയാൽ എവിടെയോ പഴവുണ്ട്, അതായിരിക്കും. അല്ലാണ്ട് എന്താ? ഇതിലും ഏതെങ്കിലും എങ്ങനെയാണ് സ്നേഹം കൊടുക്കുക, എങ്ങനെയാണ് വളർത്തുക മക്കളെ, എനിക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ഇത് തന്താർക്കും തള്ളാർക്കും ആജീവനാന്തം കരയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ട് എനിക്ക് വയ്യ. കല്യാണ സാരിയൊക്കെ എടുത്ത് നിറയെ പണ്ടൊക്കെ ഇട്ട് പൂവൊക്കെ ചൂടി കയ്യില് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് പോണ്ട ആളാ ഇന്ന് വെള്ളം കുറച്ചിറങ്ങിപ്പോയത്.
ഇജ്ജിപ്പം ഇങ്ങനെ കരഞ്ഞിട്ടും ഇതായിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് അനക്ക് എന്തേലും സൂക്കേട് വരികയെന്നേ ഉള്ളൂ. ഞമ്മക്ക് പോയത് പോയി. ഇനി മിണ്ടാതിരിക്കുക. അത്ര തന്നെ. വേറെ ഒന്നുമില്ല. അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാ? എനിക്ക് വയ്യ കരയാനൊന്നും. ശരീരം തളർന്നു. വയ്യ. ഈ വിഷമിക്കണ്ട. അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാ? ഞാൻ ഇനിയിപ്പോൾ ഇതിലും മീതെ എന്നെ ഇനിയിപ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കുക എനിക്കറിയില്ല. അവളെ ചിരിച്ച മുഖം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. വേറെ ഒന്നും ഓർമ്മ. ഇനി എന്തിനാ നമ്മള് ജീവിക്കണത്? പടച്ചോൻ തന്ന ജീവനല്ലേ, അത് കളയാൻ ഞമ്മക്ക് അനുവാദമില്ല. അതിനുള്ള അധികാരം ഞമ്മക്കില്ല. കുട്ടിക്ക് ബോധമില്ലാതെ ഓളത് ചെയ്ത് ആ പാതയിൽ തന്നെ നമ്മളും പോണ്ട കാര്യം എന്താ ഉള്ളത്? അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഒരു കുട്ടീനെ ദത്തെടുത്തിട്ടാണെന്നെങ്കിൽ നമുക്കൊരു കുട്ടീനെ കൊണ്ടുവരാം, എന്നിട്ട് വളർത്തിണ്ടാക്കാം. അപ്പൊ ഈ വിഷമം കൊണ്ട് മാറും. ഈ വിഷമിക്കാണ്ടിരിക്കും തൽക്കാലം. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യുക? ഇതിലും മീതിപ്പോ ഒന്നും ഇപ്പൊ ഈ സമയത്ത് ഞാൻ എന്താ ഞാൻ എന്നോട് പറയാ? എനിക്കറിയാം ഒരു തള്ളയുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളത്. അന്നെ പോലെ തന്നെ എൻ്റെ ഉള്ളു നീറി പുകയുണ്ട്. ഇത് കരഞ്ഞിട്ട് തീർക്കാൻ പറ്റണ്ടേ? എന്തേലും ഒന്ന് ചെയ്യാൻ പറ്റണ്ടേ? ആരോടാ ഈ സങ്കടം പറയാ? ഇപ്പൊ നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറയണം അവിടെ ഇവിടെ. അവരുടെ മുമ്പിലും നമ്മൾ നാണം കെടുകയാണ്. നമുക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ വെച്ചിട്ടാണ് നമ്മളോടൊന്നും ചോദിക്കാത്തത്. അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ. പോട്ടെ, ഈ നീറ്റാടുന്നു. അപ്പുറത്ത് എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കും. ഈ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇനി ഒരു അന്നം വെള്ളം കഴിക്കാണ്ടിരുന്നിട്ട് പ്രശ്നമാവണ്ട. നീക്കി നീക്കോ.